ഹലോ നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഏതൊക്കെ പഠിച്ചു? യൂണിയൻ പഠിച്ചു, രണ്ട് സെറ്റുകളുടെ യൂണിയൻ പഠിച്ചു. പിന്നെ എങ്ങനെ പഠിച്ചു? ഇൻ്റർസെക്ഷൻ കാണാൻ പഠിച്ചു, സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ കാണാൻ പഠിച്ചു. പിന്നീട് എന്ത് പഠിച്ചു? ഡിഫറൻസ് ഓഫ് സെറ്റ്സ് പഠിച്ചു. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബാക്കി ഇതിന് മുന്നോട്ടുള്ള 6 ക്ലാസ്സുകളും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്? Two sets are to be disjoint if they have no common elements. In common. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആവണമെങ്കിൽ അവയ്ക്ക് കോമൺ എലമെൻറ്റ്സ് ഒന്നും കാണരുത്. ഞാൻ ഒരു സെറ്റ് എടുത്തു, എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. സെറ്റിലെ എലമെൻറ്റ്സ് 1, 2, 3. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് എടുത്തു. ആ സെറ്റിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 4, 5, 6. ഈ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കണ്ടു. എന്ത് ഓപ്പറേഷൻ കണ്ടു? ഇൻ്റർസെക്ഷൻ കണ്ടു. കോമൺ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഇൻ്റർസെക്ഷൻ്റെ സെറ്റിലാണ്. നിങ്ങൾ നോക്കി 1, 2, 3, 4, 5, 6 ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല. കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഒരു നൾ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ആയിരിക്കും, ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നൾ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് സെറ്റിനെ എന്ത് പേരിൽ അറിയപ്പെടും? ഡിസ്ജോയിൻ്റ് സെറ്റ്സ് എന്നറിയപ്പെടും. എന്ത് സെറ്റ് എന്നറിയപ്പെടും? ഡിസ്ജോയിൻ്റ് സെറ്റ്സ് എന്നറിയപ്പെടും. ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണ് ഇവിടെ ഇവിടെ എയും ബിയും. ഓക്കെ ആണോ? അതാണ് ഡിസ്ജോയിൻ്റ് സെറ്റ്സിൻ്റെ ആശയം. ഇനി രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകളുടെ ഡിഫറൻസിനെ പറ്റിയാണ് പറയുന്നത്. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റിൻ്റെയും ഡിസ്ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ ആശയം എന്തായിരിക്കും? നമുക്ക് വെൻ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ ഒരു യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. യൂണിവേഴ്സൽ സെറ്റ് വരച്ചതിന് ശേഷം ഞാൻ അതിനകത്ത് എൻ്റെ സെറ്റ് എ മാർക്ക് ചെയ്യുന്നു. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ബി ആണ്. സെറ്റ് ബി ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇതാണ് നമ്മുടെ സെറ്റ് എ, ഇതാണ് നമ്മുടെ സെറ്റ് ബി. ഇത് ഡിസ്ജോയിൻ്റ് ആണോ? തീർച്ചയായിട്ടും ഇത് ഡിസ്ജോയിൻ്റ്. കാരണം എന്താണ്? ഇവിടെ ഈ ബ്ലാക്ക് സർക്കിളും റെഡ് സർക്കിളും എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ല. ഇതെന്താണ്? ഉറപ്പായിട്ടും ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ ആണോ? ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ രണ്ട് കണ്ണ് പോലെ ഇരിക്കും അല്ലേ? ഡിസ്ജോയിൻ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണ് പോലെ ഇരിക്കും. ഒരാൾ കണ്ണട വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ? അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് സെറ്റുകൾ പഠിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ സെറ്റുകളുടെ ഏത് ടൈപ്പ് ഓപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞാലും, പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ അതെന്തുമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലുള്ള റിയൽ ലൈഫിലുള്ള കാര്യങ്ങളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇനി ഇതിൻ്റെ A-B ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ എയിലുള്ള സെറ്റുകളുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ വരുന്ന എലമെൻറ്റ്സാണ്. നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു, വെൻ ഡയഗ്രത്തിൽ എലമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്ന ഡോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റുകൾ കൊടുത്തിട്ടാണെന്നല്ലേ. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇവിടെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അത് എയ്ക്കുള്ളിലാണ്, എയുടെ എലമെൻറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബിയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ബിയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് A-B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എയിലുള്ളത് ഇൻ എ നോട്ട് ഇൻ ബി, ബിയിൽ വരാൻ പാടില്ല. ഇൻ എ നോട്ട് ഇൻ ബി ആണ്. അതായത് എയിലുണ്ട് ബിയിലില്ല. അങ്ങനെ എയിലുണ്ട് ബിയിലില്ല എന്ന് പറയുമ്പോൾ അത് ഏത് സെറ്റ് തന്നെയാണ്? ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അപ്പോൾ അത് എപ്പോഴും ഓർത്തിരുന്നോളുക. എ ഇൻ്റർസെക്ഷൻ ബി 5 ആയാൽ, അല്ലെങ്കിൽ എയും ബിയും എന്ത് സെറ്റായാൽ? ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആയാൽ നമുക്കതിൻ്റെ A-B എടുത്തു കഴിഞ്ഞാൽ, അതായത് എയിലുണ്ട് ബിയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സെറ്റ് തന്നെയാണ്? എ ഡിഫറൻസ് ബി, A-B എന്ന് പറയുന്നത് സെറ്റ് എ തന്നെയാണ്. ഓക്കെ ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നോക്കിക്കേ. എ കോംപ്ലിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സിമ്പിൾ കൊടുക്കാവുന്ന രണ്ട് തരത്തിൽ സിമ്പിൾ കൊടുക്കാം. എങ്ങനെ സിമ്പിൾ കൊടുക്കാം? എ എഴുതിയിട്ട് മുകളിലൊരു ബാർ ഇടുന്നു, അത് എ കോംപ്ലിമെൻ്റ് ആണ്. എ എഴുതിയിട്ട്
ഒരു സ്ലാഷ് കൊടുക്കുന്നു, അത് എ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ ആണോ? ഇനി ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ എ കോംപ്ലിമെൻറ്റിന് എ എഴുതിയിട്ട് മുകളിൽ ഒരു സി കൊടുക്കും. ഇത് എ കോംപ്ലിമെൻ്റ് എന്ന് വായിക്കും. ഇനി നമുക്ക് തുടർന്നൊക്കെ പഠിക്കുന്ന സമയത്ത് മെട്രിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എ ട്രാൻസ്പോസിനും ഇതേ ചിഹ്നമൊക്കെ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ എ ട്രാൻസ്പോസിന് എ എഴുതി മുകളിലൊരു ടി ഒക്കെ എഴുതുന്നതാണ്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സിമ്പിൾ ഫോളോ ചെയ്ത് പോകുക. ഇപ്പോൾ എ കോംപ്ലിമെൻറ്റിന് ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മെട്രിക്സ് പഠിക്കുമ്പോൾ പിന്നെ എ ട്രാൻസ്പോസിന് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ എ കോംപ്ലിമെൻറ്റിന് ഇങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടുത്ത മെട്രിക്സ് പഠിക്കുമ്പോൾ എ ട്രാൻസ്പോസിന് ഇങ്ങനെ കൊടുക്കാം. അപ്പം കൺഫ്യൂഷനായി പോരുന്നു, അത്രേ പറഞ്ഞോളൂ. ഞാൻ നേരത്തെ കൂട്ടി മെട്രിക്സ് ഒക്കെ പറഞ്ഞതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സെറ്റുകളിൽ എക്സ് ഉണ്ട്. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് യു, എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ, ഓർ എ കോംപ്ലിമെൻറ്റ് ഈസ് യു മൈനസ് എ. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് ഐഡിയ മനസ്സിലായി കാണും. എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. ഇതെന്ന് പറയുന്ന ആരാണ്? യൂണിവേഴ്സൽ സെറ്റാണ്. എക്സ് യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, എന്നാൽ എക്സ് എവിടെ ഇല്ല? എ എന്ന് പറയുന്ന സെറ്റിലില്ല. അങ്ങനെയുള്ള എലമെൻസുകൾ എടുത്ത് സെറ്റായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? എ കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കാം. അതല്ലേ? ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ബി എനി സബ്സെറ്റ് ഓഫ് യു. Okay, then complement of A with respect to U is the set of all those elements of U which are not in A. യുവിലുള്ള എലമെൻറ്റ്സ് എവിടെ വരരുത്? എയിൽ ഇല്ലാത്തത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ കോംപ്ലിമെൻറ്റ് ആൻഡ് റീഡ് ആസ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രം ഒന്ന് നോക്കിയാലോ. കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്തെടുക്കാം? യൂണിവേഴ്സൽ സെറ്റ് എടുക്കാം. സാധാരണ യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ സെറ്റ് എടുത്തു എ എന്ന് പറയുന്ന സെറ്റ്. സോ എ എന്ന് പറയുന്ന സെറ്റിന് പുറമേ ഉള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് എക്ക് പുറത്തോട്ടുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. എവിടെ അകത്ത് വരുന്നുണ്ട്? യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എവിടെ വരണം? എ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലില്ല. യു മൈനസ് എ ആണ്. യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലില്ല. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എന്താണ്? നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതിനകത്തുള്ള എലമെൻറ്റ്സ് അല്ല. ഇതിൻ്റെ പുറത്തോട്ടുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് എവിടെ ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ കോംപ്ലിമെൻറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു പോണ്ടിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളിത് സാധാരണ കണ്ടിട്ടുള്ളൊരു പോണ്ടാണ്. പോണ്ടിനകത്ത് ആരൊക്കെയുണ്ട്? ഫിഷുണ്ട്, പിന്നെ കറയെ വെള്ളമുണ്ട്, പിന്നെന്താണ് കുറേ പായലുകൾ, ചെടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു പോണ്ട്. ആ വെള്ളം കിടക്കുന്ന അത്രയും ഭാഗം പോണ്ടാണ്. അപ്പോൾ ഈ പോണ്ടെന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എ ആണ്. അങ്ങനെയെങ്കിൽ പോണ്ടിൻ്റെ വെളിയിലോട്ടുള്ള ഭാഗം എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ പാർട്ടാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് പോണ്ടിന് വെളിയിലോട്ടുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്ത് വരാം? എ കോംപ്ലിമെൻ്റ് എന്ന് വരാം. സോ ഇങ്ങനെയാണ് നമ്മുടെ കോൺസെപ്റ്റ് പോകുന്നത്. ഈ പോണ്ട് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ പോണ്ടിന് വെളിയിലുള്ള ഭാഗമാണ് എ കോംപ്ലിമെൻ്റ്. നമ്മുടെ വെൻ ഡയഗ്രം അതല്ലേ കാണിച്ചിരിക്കുന്നത്. ഇതൊരു പോണ്ടാണെന്ന് കരുതിക്കുക. എ എന്ന് പറയുന്ന സെറ്റ് ഒരു പോണ്ടാണ്. അപ്പോൾ ഈ പോണ്ടിനകത്ത് നിറയെ വെള്ളമുണ്ട്. ശരിയാണോ? നിറയെ വെള്ളമുണ്ട്. ആ വെള്ളത്തിന് പുറത്തോട്ടുള്ള ഭാഗം, അതായത് അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആര് വരും? ഗ്രൗണ്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻ്റ് വരും. ഓക്കെ ആണോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ തന്നിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 6 എലമെൻറ്റ്സ് ഉള്ള യൂണിവേഴ്സൽ സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 6 എന്നിങ്ങനെയാണ് അതിൻ്റെ എലമെൻറ്റ്സ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 2ഉം 4ഉം ആണ്. എ എന്തായാലും യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റാണ്. അതുകൊണ്ടാണ് അത് യൂണിവേഴ്സൽ സെറ്റ് ആയത്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോൺസെപ്റ്റൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകളിലോട്ട് പോയിട്ട് വീണ്ടും കാണുക. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റാണെന്ന് നമുക്കറിയാം. എ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റാണെന്ന് നമുക്കറിയാം. 2 4 എവിടെ ഉണ്ട്? 2 4 എന്ന് പറയുന്ന എലമെൻറ്റ്സ് എവിടെ ഉണ്ട്? യുയിലോട്ട്.
അങ്ങനെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയാൻ നോക്കിക്കേ. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യുയിലുണ്ട്, എയിലില്ല. യു മൈനസ് എ ആണ് എ കോംപ്ലിമെൻറ്റ്. എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ്. അങ്ങനെ എലമെൻറ്റ്സ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ സെറ്റിൽ നിന്ന്, അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ഈ വലിയ സെറ്റിൽ നിന്ന് ആരെയൊക്കെ കളയണം? 2നെയും 4നെയും കളയണം. ബാക്കിയുള്ള എലമെൻറ്റ്സ് എടുത്ത് കഴിയാൽ പോരെ. 1 കഴിഞ്ഞു, 2ഉം ഇല്ല, 4ഉം ഇല്ല. 3, 5, 6. 1, 3, 5, 6. ഇതാണ് എന്ത്? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ്. ഇതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ്. ഇനി ഒരു നോട്ട് കൊടുത്തിരിക്കുന്നു നോക്കേ. എ ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. എ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ, യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് എങ്കിൽ ദെൻ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഈസ് ഓൾസോ സബ്സെറ്റ് ഓഫ് യു. എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? യുവിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അത് മനസ്സിലാക്കാൻ വലിയ പാടുണ്ടോ? ഇല്ല. കാരണം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എന്ത് സെറ്റാണ്? സൂപ്പർ സെറ്റാണ്. എല്ലാത്തിൻ്റെയും സൂപ്പർ സെറ്റാണ്. അല്ലെങ്കിൽ ഈ സെറ്റിനെ അപേക്ഷിച്ച് മറ്റ് സെറ്റുകൾ എന്താണ്? ഇതിൻ്റെ സബ്സെറ്റുകളാണ്. അതിനകത്ത് എ വരും, എ കോംപ്ലിമെൻറ്റ് വരും. നമ്മൾ ബാക്കി എന്ത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്തിനകത്തുണ്ട്? യൂണിവേഴ്സൽ സെറ്റിനകത്തുണ്ട്. അപ്പോൾ എയിൽ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എയിലില്ല, നോട്ട് ഇൻ എ എന്ന് പറയുന്നതാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ്. അതെവിടെ ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിനകത്തുണ്ട്. സോ എ കോംപ്ലിമെൻറ്റ് എവിടെ ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എ കോംപ്ലിമെൻറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് യു എന്ന് പറയാം. അതാണ് ഈ നോട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് മറന്നു പോകല്ലേ? നമുക്ക് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്ജോയിൻ്റ് സെറ്റ്സ് പഠിക്കുമ്പം കണ്ണട ആലോചിക്കുക. അപ്പോൾ ഈ കണ്ണട എന്ന് പറയുമ്പോൾ എന്തായാലും ഇത് ജോയിൻ ചെയ്തിട്ടില്ല, ഇതിനിടയ്ക്ക് ഗ്യാപ്പുണ്ട്. അതാണ് കണ്ണട. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് ഗ്യാപ്പുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എന്ത് വരും? നൾ സെറ്റ് വരും. അപ്പോൾ എയും ബി എന്ത് വിളിക്കാം? ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച കോൺസെപ്റ്റാണ് കോംപ്ലിമെൻറ്റ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ പോണ്ട് ഓർമ്മ വരണം. പോണ്ടിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളമുള്ള ഭാഗമുള്ള എലമെൻസ് അല്ല എടുക്കേണ്ടത്, വെള്ളം ഉള്ളതിൻ്റെ പുറത്തോട്ട് പോകണം. പോണ്ടിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്? ഗ്രൗണ്ട് കാണാൻ പറ്റും. അതാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ്. ഓക്കെ ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രോബ്ലം ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു കാര്യം നോക്കാം. ഇവിടെ ഒരു കണക്ഷനാണ് പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ പഠിച്ച പല കോൺസെപ്റ്റുകളും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയൊരു കാര്യം. ഇത് സാധാരണ ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇങ്ങനെയുള്ള കുറച്ച് സംഗതികൾ നമുക്ക് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കണം. സോ നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റാണ് സബ്സെറ്റ്. പിന്നെ പഠിച്ചു ഡിഫറൻസ്. പിന്നെന്താണ്? ഇൻ്റർസെക്ഷൻ പഠിച്ചിട്ടുണ്ട്, കോംപ്ലിമെൻറ്റ് പഠിച്ചിട്ടുണ്ട്, ഡിസ്ജോയിൻറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസും എവിടെ വരും? ബിയിൽ വരും. ഇതിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് ഇതുപോലാണ്. ഇതിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുമ്പം എ സബ്സെറ്റ് ഓഫ് ബിയുടെ വെൻ ഡയഗ്രം വരയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. അതിനുശേഷം അതിനകത്തുള്ള വലിയ സെറ്റ് വരച്ചു. അതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ബിക്കകത്ത് ആര് വരണം? ബിക്കകത്ത് എ വരണം. അതുകൊണ്ടാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ ആണോ? എ ബി യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പം എയിൽ എല്ലാ എലമെൻസും ഇവിടെ ബിയിലുണ്ടല്ലോ. കാരണം ബിക്കകത്ത് കണ്ടെയ്ൻ ചെയ്തേക്കുവാണല്ലേ എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇങ്ങനെ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്തായിരിക്കും? എ മൈനസ് ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. എ മൈനസ് ബി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എയിലുണ്ട്, ബിയിലില്ല. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ വെൻ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എ എന്ന് പറയുന്നത് ബിക്കുള്ളിലാണ്. അപ്പോൾ എ മൈനസ് ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇൻ എ നോട്ട് ഇൻ ബി എന്നാണ്. ഇൻ എ എന്ന് പറയുമ്പോൾ ഏത് എലമെൻസ് വരും? ഇതിനകത്തുള്ള എലമെൻസ് വരും. നോട്ട് ഇൻ ബി എന്ന് പറയുമ്പോൾ ബിയിലുള്ള എലമെൻസ് കാണരുത്. ബിയിൽ ഓൾറെഡി ആരുണ്ട്? എയിലെ എലമെൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എ മൈനസ് ബി ഇവിടെ എന്താണ് വരുന്നത്? നൾ സെറ്റാണ് വരുന്നത്, എം ടി സെറ്റാണ് വരുന്നത്. സോ ഇവിടെ എ മൈനസ് ബി എന്ത് വരും? 5 വരും. എ മൈനസ് ബി 5 ആണ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും 5 ആണ്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഇവിടെ ഡിഫറൻസ് 5 ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ ബിയുടെ കോംപ്ലിമെൻ്റ് എടുത്തു. ബിയുടെ കോംപ്ലിമെൻറ്റും എയും ആയിട്ടുള്ള ഇൻ്റർസെക്ഷനും 5 ആണ്. ബിയുടെ കോംപ്ലിമെൻറ്റും എ ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് വരേണ്ടത്. എ എന്ന സെറ്റിലെ എലമെൻസും ബി കോംപ്ലിമെൻറ്റിലെ എലമെൻസും. ഇതിൻ്റെ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും? അത് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻസ് ആണ്. ഈ എലമെൻസ് ആണ് ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അതായത് ബിക്ക് പുറത്തുള്ള എലമെൻസ്. എയിലെ എലമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെ എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ക്ക് അകത്തുള്ള എലമെൻസ് ആണ്. നോക്കിയാൽ എയ്ക്ക് അകത്തുള്ള എലമെൻസ് ഇതാ ഇവിടെ കിടക്കുക, ബിക്ക് പുറത്തുള്ള എലമെൻസ് ഇവിടെ കിടക്കുക. ഇത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്ത് വരും? 5 ആണ്. കോമൺ ആയിട്ട് എലമെൻസ് വല്ലതും ഉണ്ടോ? അത് നോക്കാം. എന്താണ്ട് ഈ ഗ്രീൻ കളറ് ഈ റെഡ് കളറുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗങ്ങൾ വല്ലതും ഉണ്ടോ നോക്കിയാൽ അതില്ല. കൃത്യമായിട്ടും കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും? എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്, നൾ സെറ്റ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് 5 ആണ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും 5 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചത് എങ്ങനെയായിരുന്നു? എയിലും ബിയിലും കോമൺ എലമെൻസ് ഒന്നും ഇല്ലെങ്കിലാണ് എ ഇൻ്റർസെക്ഷൻ ബി 5 ആവുന്നത്, നൾ സെറ്റ് ആവുന്നത്. അതുകൊണ്ട് എനെയും ബിനെയും എന്ത് വിളിക്കാം? ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അതുപോലെ ഇവിടെ എന്ത് പറയാൻ പറ്റും? എയിലും ബിയിലും ഇവിടെ എയിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ എലമെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് 5 ആയത്. അതായത് എ സബ്സെറ്റ് ഓഫ് ബി എന്നെടുത്താൽ എയും ബി കോംപ്ലിമെൻറ്റും എന്ത് ടൈപ്പ് സെറ്റ്സ് ആവും? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആവും. അതാണ് ഇവിടെ മനസ്സിലാക്കിയിട്ടിരിക്കേണ്ട മെയിൻ കാര്യം. അപ്പം ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ എ സബ്സെറ്റ് ഓഫ് ബി എന്നെടുത്തത്. അപ്പോൾ ഇത് എ സബ്സെറ്റ് ഓഫ് ബിനെ ആദ്യം ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്തു, പിന്നെ ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റും എടുത്തു. ആ സെറ്റും നമ്മൾ ആ സബ്സെറ്റായിട്ട് എടുത്ത സെറ്റിൻ്റെ ഇൻ്റർസെക്ഷനുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ ഇത് ഡിസ്ജോയിൻറ്റ് സെറ്റുമായിട്ടും കണക്ട് ചെയ്തു. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി 5 ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് 5 ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അതായത് എ എന്ന സെറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴാണ് 5 കിട്ടുന്നത്. അതായത് ഇവർ തമ്മിൽ കോമൺ എലമെൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എയും ബി കോംപ്ലിമെൻറ്റും ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. ഇത് വേറെ ഒന്നുമില്ല. ഇതെന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ ബി മൈനസ് എ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട്. ഇൻ ബി നോട്ട് ഇൻ എ. ബിയിലുണ്ട്, എയിലില്ല. എയിലില്ല എന്ന് പറയുമ്പോൾ എക്കകത്ത് ഷെയ്ഡ് വരുമോ? ഇല്ല. ബിയിലുള്ള എലമെൻസ് ആയിരിക്കണം, എന്നാൽ എയിലാവരുത് എന്ന് പറയുമ്പോൾ ഏത് പാർട്ടാണ്? ഇത്രയും പാർട്ടാണ്. ഈ വട പോലെ ഇരിക്കുന്ന പാർട്ടാണ്. ഇത് വടയല്ലേ? വടയും ഡോണട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത്രയും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ് ചെയ്ത പാർട്ട് എന്താണ്? തീർച്ചയായിട്ടും ബി മൈനസ് എ ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. ഇനി ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റോ? ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലും എ കോംപ്ലിമെൻറ്റിലും ഒരുപോലെയുള്ളത്. എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറത്തോട്ടുള്ള എല്ലാ എലമെൻസും വരും. ഇനി ബിയിലും എ കോംപ്ലിമെൻറ്റിലും ഒരുപോലെയുള്ളത്. ബിയിലെന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കൊണ്ട് നിൽക്കുവാണ്, ഈ സെറ്റ് കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അതിനകത്ത് ഒരുപോലെയുള്ള എലമെൻസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. അപ്പം ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ട് തന്നെയാണ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റും. ഇനി ബി മൈനസ് എ കോംപ്ലിമെൻറ്റും ഇത് തന്നെയാണ്. ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റും ഇത് തന്നെയാണ്. ബി മൈനസ് എയും ബി ഇൻ്റർസെക്ഷൻ എ ബി മൈനസ് എ കോംപ്ലിമെൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. ബി മൈനസ് എയും ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റും ഒന്നാണ്. അത് നമ്മൾക്ക് ഇനി വരുന്ന കുറച്ച് ലോസിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ മൈനസ് എ ഡിഫറൻസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വലാണ്. ഞാനിപ്പോൾ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാഞ്ഞത്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കയറി വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് എ എന്ന സെറ്റിൻ്റെയും ബി എന്ന സെറ്റിൻ്റെയും ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വലാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ കോംപ്ലിമെൻറ്റിൻ്റെ ചില പ്രോപ്പർട്ടികൾ നമുക്ക് നോക്കാം. കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്?
എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അതായത് ഇതിന് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ ലോ എന്നാണ് വിളിക്കുന്നത്. ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ ലോ. 2 പ്രാവശ്യം കോംപ്ലിമെൻ്റ് എടുത്തു. എയുടെ ഫസ്റ്റ് കോംപ്ലിമെൻ്റാണിത്. പിന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വീണ്ടും കോംപ്ലിമെൻ്റ് എടുത്തു. അങ്ങനെ 2 പ്രാവശ്യം ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ എന്ത് കിട്ടും? ആ സെറ്റ് തന്നെ കിട്ടും. എ എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടും. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്ന സെറ്റ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണ്. സോ എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ കോംപ്ലിമെൻ്റ് ആണ്. നോക്കിക്കേ, എയും എ കോംപ്ലിമെൻറ്റും കൂടെ ചേർന്നാൽ ആര് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. എയും എ കോംപ്ലിമെൻറ്റും ചേർന്നാൽ ആര് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ്. അതായത് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ആ സെറ്റിലില്ലാത്ത എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, എ കോംപ്ലിമെൻറ്റിലുണ്ട്. അപ്പോൾ ഈ 2 സെറ്റും എന്തിൻ്റെ സബ്സെറ്റാണ്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ ഇതിൻ്റെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? യുവിൽ നിന്ന് എ പോയി കഴിഞ്ഞാൽ ആരെ കിട്ടും? എ കോംപ്ലിമെൻറ്റ് കിട്ടും. യുവിൽ നിന്ന് എ കോംപ്ലിമെൻറ്റ് പോയി കഴിഞ്ഞാൽ ആരെ കിട്ടും? എ കിട്ടും. അതാണ് നമ്മുടെ ഈ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എ ആണ്. അത്ര ഓർത്തിരുന്നാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ പഠിച്ച ഒരു കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അടുത്ത ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കോംപ്ലിമെൻ്റ് ലോസ് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ, കോംപ്ലിമെൻ്റ് ലോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ്, അതിൻ്റെ യൂണിയൻ എടുത്ത് ആരെ കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും, യു കിട്ടും. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്, എൻ്റെയും എ ഇൻ്റർസെക്ഷൻ്റെയും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം എയിൽ ഇല്ലാത്തതാണ് എ കോംപ്ലിമെൻറ്റിലുള്ളത്, എ കോംപ്ലിമെൻറ്റിൽ ഇല്ലാത്തതാണ് എയിലുള്ളത്. സോ അവർക്ക് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 കിട്ടും. അതായത് നൾ സെറ്റ് കിട്ടും. ഓക്കെ ആണോ? അതാണ് കോംപ്ലിമെൻറ്റ് ലോസ്. ഇനി 5യുടെ കോംപ്ലിമെൻ്റ് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അതായത് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ ആരെ കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ ആരെ കിട്ടും? നൾ സെറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നൾ സെറ്റ് കിട്ടും. അതാണ് എന്ത് പറയുന്നത്? ലോസ് ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ലോസ് ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ പഠിച്ചു. എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എ കിട്ടും. കോംപ്ലിമെൻ്റ് ലോസ് 2 ഉണ്ട്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റാണ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 5 ആണ്, നൾ സെറ്റാണ്. നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അതെങ്ങനെയാണ് അങ്ങനെ വന്നത് എന്ന് ആലോചിച്ച് ചോദിക്കുകയും. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല, എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുന്നു. അതായത് നൾ സെറ്റിലില്ലാത്തതെന്ന് പറയുമ്പോൾ എല്ലാ സെറ്റിൻ്റെയും സൂപ്പർ സെറ്റായി എവിടെ കാണും? യൂണിവേഴ്സൽ സെറ്റിൽ കാണും. അതുകൊണ്ടാണ് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റായത്. ഇനി യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാത്തത് എന്നാണ്. യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാ സെറ്റും വരുമല്ലോ. നമ്മളെടുക്കുന്ന എല്ലാ സെറ്റുകൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ അങ്ങനെ സെറ്റൊന്നും ഇല്ല, എലമെൻറ്റ്സ് ഉള്ള സെറ്റൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് നൾ സെറ്റായിട്ട് എടുത്തത്. അതാണ് ലോ ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ പോകുന്നതാണ്. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണ്. അതുപോലെ ഇത് എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഫുൾ എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ടിയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യു മൈനസ് ടി ആണ്. ആ ടി എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? എ യൂണിയൻ ബി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് പറഞ്ഞു തന്നതിൻ്റെ പ്രധാന ആശയം എന്ന് വെച്ചാൽ, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് യു മൈനസ് എ യൂണിയൻ ബി എന്ന് ഓർത്തിരിക്കാൻ പാടുള്ളവർക്ക് എ യൂണിയൻ ബിയെ പുതിയൊരു സെറ്റായിട്ട് ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ഇവിടെ എ യൂണിയൻ ബി ആണ്. നമുക്ക് കാണേണ്ടത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. എ യൂണിയൻ ബി ടി അല്ലേ? അപ്പോൾ ടി ഇവിടെ കോംപ്ലിമെൻ്റ് ആണ്. ഏതൊരു സെറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ യു മൈനസ് ടി ആണ് ഇവിടെ ടിയുടെ കോംപ്ലിമെൻറ്റ്. ടി എന്തായിട്ട് എടുത്തത്? എ യൂണിയൻ ബി ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ടിക്ക് വരെ എ യൂണിയൻ ബി കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി എന്ന് കിട്ടും. അതായത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം.
ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് തന്നിരിക്കുന്നത് 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. ഓക്കെ ആണോ? എ എന്ന് പറയുന്ന സെറ്റ് 1 മുതൽ 4 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. ബി എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8 എന്നിങ്ങനെ ഈവൻ നമ്പേഴ്സാണ്. സി എന്ന് പറയുന്ന സെറ്റ് 3, 4, 5, 6 റാൻഡം ആയിട്ട് ഒരു സെറ്റ് എടുത്തിരിക്കുന്നു. നമുക്ക് എന്താ കാണണം? എ കോംപ്ലിമെൻറ്റ് കാണണം, ബി കോംപ്ലിമെൻറ്റ് കാണണം, എ ഇൻ്റർസെക്ഷൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കാണണം, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കാണണം, എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം, ബി മൈനസ് സിയുടെ കോംപ്ലിമെൻറ്റ് കാണണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എയുടെ കോംപ്ലിമെൻ്റ് ആണ്. എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം 1, 2, 3, 4 എയിലെ എലമെൻറ്റ്സ് ആണ്. ആ 1, 2, 3, 4 യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് പോകണം. പോയിട്ട് ആര് വരും? ഈ കിടക്കുന്ന എലമെൻറ്റ്സ് അതുപോലെ എടുത്ത് എഴുതുക. 5, 6, 7, 8, 9. ഇതാണെന്ത്? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണെന്ത്? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടികിട്ടിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ബിയിലുള്ള എലമെൻറ്റ്സ് ആണ് 2, 4, 6, 8. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2, 4, 6, 8 എന്നിവ എലമെൻറ്റ്സ് കളയണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് എഴുതുമ്പോൾ എന്ത് വരും? 2, 4, 6, 8 പോവുക. പോയിട്ട് 1 ഉണ്ട്, 3 ഉണ്ട്, 5, 7, 9. ഇതാണ് എന്ത് സെറ്റ്? ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എന്താ കാണണം? എനിക്ക് എ ഇൻ്റർസെക്ഷൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കാണണം. എ ഇൻ്റർസെക്ഷൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ നമ്മൾ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്ന എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി കാണുന്നു. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എയിലും സിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ നോക്കുക. അതായിരിക്കും എ ഇൻ്റർസെക്ഷൻ സി. 1, 2, 3, 4, 3, 4, 5, 6 ഏതൊക്കെയാണ് കോമൺ എലമെൻറ്റ്സ്? 3, 4, 3, 4. 3, 4 എന്ന് പറയുന്ന സെറ്റുണ്ട്. അതാണ് എ ഇൻ്റർസെക്ഷൻ സി. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ സിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ സിയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിലുള്ളതും. അപ്പോൾ 3, 4 ആണ് എ ഇൻ്റർസെക്ഷൻ സിയിലെ എലമെൻറ്റ്സ്. എ ഇൻ്റർസെക്ഷൻ സിയിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 3ഉം 4ഉം ആണ്. അപ്പോൾ ഞാൻ യൂണിവേഴ്സൽ സെറ്റിൽ 3ഉം 4ഉം മാർക്ക് ചെയ്തു. 3ഉം 4ഉം കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് എടുത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ സിയുടെ കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ 1, 2, 5, 6, 7, 8, 9. ഓക്കെ ആണോ? then നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. ഇതുപോലെ എ ഇൻ്റർസെക്ഷൻ സി ആദ്യം കണ്ടതുപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? എ യൂണിയൻ ബി കാണാൻ പറ്റും. എ യൂണിയൻ ബി കാണാൻ പോവുകയാണ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എടുത്ത് എഴുതുന്ന സെറ്റാണ്. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. 1, 2, 3, 4 ആണ് ഇതിലെ എലമെൻറ്റ്സ്. 2, 4, 6, 8 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എയിലെ എലമെൻറ്റ്സ് അതുപോലെ എടുത്തങ്ങ് എഴുതണം. 1, 2, 3, 4. അപ്പോൾ തെറ്റാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആദ്യമേ പഠിപ്പിച്ചത്. എയിൽ എലമെൻറ്റ്സ് അതുപോലെ എടുത്ത് എഴുതുക. എന്നിട്ട് ബിയിൽ എലമെൻറ്റ്സിലേക്ക് പോവുക. 2, 4, 6, 8 ആണ്. ഇപ്പോൾ 2, 4 ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് പിന്നെ എന്ത് എഴുതാം? 6, 8 കൊടുക്കാം. ഇതാണ് എന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? ചോദ്യത്തിൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. അതായത് എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നോക്കിയേ, എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 8. 1, 2, 3, 4, 6, 8. ഓക്കെ ആണോ? അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടല്ലാത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 5 ഉണ്ട്, 6, 7 ഉണ്ട്, 9 ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് സെറ്റിനകത്ത് 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ ഈ സെറ്റാണ് എന്ത്? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ്. ഇത് എഴുതാൻ പാടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഇതിൻ്റെ ലോസ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചപ്പോൾ ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ലോ പഠിച്ചായിരുന്നു. അത് പ്രകാരം എന്താണ്? എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആര് തന്നെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. എ എന്ന് പറയുന്ന സെറ്റ് ഏതാ? 1, 2, 3, 4. 1, 2, 3, 4 എന്നീ എലമെൻസുകളുള്ള സെറ്റാണ് എ എന്ന് പറയുന്ന സെറ്റ്. അതെന്താണ്? എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റുമാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? 6ാമത്തെ ചോദ്യം ബി മൈനസ് സിയുടെ കോംപ്ലിമെൻറ്റ്. 6ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബി മൈനസ് സിയുടെ കോംപ്ലിമെൻ്റ് ആണ്. ബി മൈനസ് സി ആദ്യം കാണണം. അതായത് ബിയിലുണ്ട്, സിയിലില്ല.
സോ ഇത് കാണാൻ വേണ്ടി നമുക്ക് തെറ്റാ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു, ബിയിലുണ്ടെന്ന് പറയുമ്പം ബിയിലെയും സിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കുക. 2 4 6 8, ഇവിടെ 3 4 6 8, അപ്പോൾ 4 6 4 6 അതാണ് കോമൺ എലമെൻറ്റ്സ്. ഈ കോമൺ എലമെൻറ്റ്സ് കളഞ്ഞിട്ട് ബിയിൽ എലമെൻറ്റ്സ് എടുത്തെഴുതുക. കോമൺ എലമെൻറ്റ്സ് 4 6 ആണ്. ഇത് കളഞ്ഞിട്ട് ബിയിൽ എലമെൻറ്റ്സ് എഴുതുമ്പോൾ 2 8 എന്നീ രണ്ട് എലമെൻറ്റ്സുകൾ ചേർന്നതാണ് എന്ത്, ബി മൈനസ് സി. ഇനി എന്ത് കാണണം, ബി മൈനസ് സിയുടെ കോംപ്ലിമെൻറ്റ് കാണണം. ബി മൈനസ് സിയുടെ കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോഴേ നമ്മുടെ ആൻസർ ആകത്തുള്ളൂ. ബി മൈനസ് സിയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, എന്നാൽ ബി മൈനസ് സെറ്റ് സി എന്ന് പറയുന്ന സെറ്റിലില്ല. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ബി മൈനസ് സി. അങ്ങനെയെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ബി മൈനസ് സിയിലെ എലമെൻറ്റ്സ് നോക്കി 2 8, ആ 2 8 അതുപോലെ മാർക്ക് ചെയ്തേ, 2 8 യൂണിവേഴ്സൽ സെറ്റിൽ മാർക്ക് ചെയ്തു. പോയിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് എടുത്ത് എഴുതുമ്പോൾ എന്താവും, ബി മൈനസ് സിയുടെ കോംപ്ലിമെൻ്റ് ആവും 1 3 4 5 6 7 9. ഇതാണ് എന്ത്, ബി മൈനസ് സിയുടെ കോംപ്ലിമെൻറ്റ്. ബി മൈനസ് സിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലോ, ഒരു തിയറം പഠിക്കാം. അതാണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് ഒരു സെറ്റും രണ്ട് സെറ്റും ആ സെറ്റിൻ്റെ യൂണിയനും ഇൻ്റർസെക്ഷനും ഡിഫറൻസും, ആ സെറ്റിൻ്റെ യൂണിയനും ഇൻ്റർസെക്ഷനും അതിൻ്റെ കോംപ്ലിമെൻറ്റും കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഈ ഡി മോർഗൻസ് ലോ. ഡിഫറൻസ് ഇല്ല, ഒരു സെറ്റിൻ്റെ യൂണിയനും ഇൻ്റർസെക്ഷനും അതിൻ്റെ കോംപ്ലിമെൻറ്റും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഡി മോർഗൻസ് ലോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോ ആണ്. നമുക്ക് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും നമുക്കൊരിക്കലും മറന്നു പോകരുത് എന്ന് നമ്മൾ കരുതേണ്ട ഒരു ലോ ആണത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. രണ്ട് സെറ്റ് എടുത്ത് എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ്, എനി 2 സെറ്റ്സ് ആണ്. വേറെ പ്രത്യേകതയൊന്നുമില്ല, ഡിസ്ജോയിൻ്റ് ആവണമെന്നൊന്നുമില്ല. എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് എടുത്തു. ആ സെറ്റിൻ്റെ യൂണിയൻ എടുത്തു, അതായത് എ യൂണിയൻ ബി എടുത്തു. അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു, അതായത് എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റാണ്. ഇതെന്തിന് ഈക്വലാണെന്ന് പറയുന്നത്, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വലാണെന്നാണ് പറയുന്നത്. ഇതാണ് ഡി മോർഗൻസ് ഫസ്റ്റ് ലോ. എന്താണ് പറയുന്നത്, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ എൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് നോക്കേ. സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്, സെയിം എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ എടുത്തു, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു. അതെന്തിന് ഈക്വലാണ്, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വലാണ്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വലാണ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, യൂണിയൻ ഉണ്ട്. ഇവിടെ എയുടെ കോംപ്ലിമെൻ്റ് എടുത്തു, യൂണിയനിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കേണ്ടത് ഇൻ്റർസെക്ഷനാണ്. ബിയുടെ കോംപ്ലിമെൻ്റ് എടുത്തു, എ ഇല്ലാത്ത എവിടെ ഉണ്ട്, എ കോംപ്ലിമെൻറ്റിലുണ്ട്. ബി ഇല്ലാത്ത എവിടെ ഉണ്ട്, ബി കോംപ്ലിമെൻറ്റിലുണ്ട്. ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എയുടെ കോംപ്ലിമെൻ്റ് എഴുതി, ബിയുടെ കോംപ്ലിമെൻ്റ് എഴുതി. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണ്, അതുകൊണ്ട് ഇവരെ കണക്ട് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണോ, യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഇത് ട്രിക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഇവിടെ എന്താണ് ചിന്തിക്കേണ്ടത്, ഇതെല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിക്കുക. അതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഇതിൻ്റെ പ്രൂഫിലോട്ട് പോവാം. പ്രൂഫ് എഴുതുമ്പോൾ നമുക്ക് മാക്സിമം സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ആ ഓരോ സ്റ്റെപ്പിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് എങ്ങനെ വന്നു എന്നുള്ള റീസൺ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫിന് മാർക്ക് കിട്ടും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്താലോ? നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, എ ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. 90% നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യും, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യും, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യും, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യും.
അങ്ങനെയെങ്കിൽ നമുക്ക് എന്താവും, എ ഈക്വൽ ടു ബി ആവും. ഇവിടെയും സെയിം സാധനമാണ് ചെയ്യുന്നത്. നമ്മൾ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തിൻ്റെ സബ്സെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ആരുടെ സബ്സെറ്റാണെന്ന് പ്രൂവ് ചെയ്യും, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റാണെന്നുണ്ടെങ്കിൽ എന്താവും, ആ രണ്ട് സെറ്റുകൾ ഈക്വൽ ആവും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂഫിലോട്ട് കടക്കാം. സോ ലെറ്റ് x1 be an arbitrary element. ആർബിട്രറി എന്ന് ഉദ്ദേശിക്കുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിനകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് പൊതുവായിട്ട് നമുക്ക് ഒരു എലമെൻറ്റിനെ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നതാണ് x1. ആ x1 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഉണ്ട്, x1 എലമെൻറ്റ് ഓഫ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, x1 ഉണ്ട്. തീർച്ചയായിട്ടും പറയാൻ പറ്റും ആ x1 എവിടെ കാണൂല, എ യൂണിയൻ ബിയിൽ കാണൂല. അതാണ് x1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് കൊടുത്തിരിക്കുന്നത്. x1 എ യൂണിയൻ ബിയിൽ കാണൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, x1 എയിലും ഇല്ല, x1 ബിയിലും ഇല്ല. x1 എയിലും ഇല്ല, x1 ബിയിലും. ഇത് x1 ആണേ. x1 എയിലും ഇല്ല, x1 ബിയിലും ഇല്ല. x1 എയിൽ ഇല്ലെങ്കിൽ എവിടെ കാണും, ഉറപ്പായിട്ടും എ കോംപ്ലിമെൻറ്റിൽ കാണും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇൻ എ ആണ്. എയിലില്ലാത്ത എലമെൻറ്റ്സ് ആണ്. നമ്മളിവിടെ പറഞ്ഞു x1 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഇല്ല, എയിൽ ഇല്ല. അതുകൊണ്ട് x1 എന്ന് പറയുന്ന എലമെൻറ്റ് തീർച്ചയായിട്ടും എവിടെ കാണും, എ കോംപ്ലിമെൻറ്റിൽ കാണും. x1 എ കോംപ്ലിമെൻറ്റിൽ കാണും. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, x1 ബിയിലില്ല എന്നാണ്. x1 എ യൂണിയൻ ബിയിലില്ലെങ്കിൽ ബിയിലും കാണില്ല. സോ x1 എവിടെ കാണും, ബി കോംപ്ലിമെൻറ്റിൽ കാണും. സോ x1 എ കോംപ്ലിമെൻറ്റിലും ഉണ്ട്, ബി കോംപ്ലിമെൻറ്റിലും ഉണ്ട്. അങ്ങനെയെങ്കിൽ അതെന്താണ്, അത് ഇൻ്റർസെക്ഷൻ്റെ ഡെഫിനിഷൻ ആണ് അല്ലേ. എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് ഞാൻ ഇങ്ങനെ സിമ്പിൾ കൊടുത്തു, എക്സ് എലമെൻറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എക്സ് എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. സോ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കാണും, എക്സ് അതിനകത്ത് എലമെൻ്റ് ആയിരിക്കും. അതാണ് x1 എലമെൻറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതിയത്. ഈ സ്റ്റെപ്പ് മനസ്സിലായോ, ഓക്കെ ആണോ? അങ്ങനെ ഞാനിവിടെ കൊണ്ടെത്തിച്ചത് x1 എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനകത്ത് എലമെൻ്റ് ആണെന്ന്. ഞാൻ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു, x1 എവിടുത്തെ എലമെൻ്റ് ആണെന്നാണ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിലെ എലമെൻ്റ് ആണെന്നാണ്. അപ്പോൾ അതെന്താണ്, ഇത് സബ്സെറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇഫ് എക്സ് എലമെൻ്റ് ഓഫ് എ ദെൻ നമുക്ക് എന്ത് കിട്ടി, ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്, എക്സ് എലമെൻ്റ് ഓഫ് ബി എന്നാണെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നല്ലേ. കാരണം എയിലെ എല്ലാ എലമെൻറ്റ്സും അവിടെ ഉണ്ട്, ബിയിലുണ്ട്. സോ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, x1 എ യൂണിയൻ ബിയിലെ എലമെൻ്റ് ആണ്. നമ്മളെല്ലാം ചെയ്തു വന്നു, സ്റ്റെപ്പുകളെല്ലാം ചെയ്തു വന്നു. അതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു, x1 എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലെ എലമെൻ്റ് ആണ്. സോ ഈ രണ്ട് സെറ്റുകളും നോക്കുമ്പോൾ ഫസ്റ്റ് സെറ്റ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തെടുത്ത കാര്യം ഇതാണ്. ഓക്കെ ആണോ? ദെൻ നമ്മൾ x2 എന്ന് പറയുന്ന മറ്റൊരു എലമെൻ്റ് എടുക്കുന്നു. അത് എവിടെ എടുക്കുന്നു, ഈ രണ്ടാമത്തെ സെറ്റിൽ എടുക്കുന്നു. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനകത്ത് x2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എന്നീ രണ്ട് സെറ്റുകളിനകത്തും ആരുണ്ട്, x2 ഉണ്ട്. സോ x2 എലമെൻ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് x2 എലമെൻ്റ് ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയും. x2 എ കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റിലെ ഒരു എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാം, x2 എവിടെ കാണൂല, എയിൽ കാണൂല, x2 എവിടെ കാണൂല, ബിയിൽ കാണൂല. ഓക്കെ ആണോ? ആ സ്റ്റെപ്പ് മനസ്സിലായോ? ഇവിടെ ഇതുപോലെയാണ് നമ്മളിവിടെ പറഞ്ഞത്. x1 എയിലുണ്ട്, അതുകൊണ്ട് x1 എ കോംപ്ലിമെൻറ്റിൽ, x1 എയിലില്ല, സോ എ കോംപ്ലിമെൻറ്റിലുണ്ട്. ഇവിടെ x2 എയിൽ എ കോംപ്ലിമെൻറ്റിലുള്ള എലമെൻ്റ് ആണ്. സോ അതെന്ത് കാണൂല, എയിൽ കാണൂല. x2 ബി കോംപ്ലിമെൻറ്റിലെ എലമെൻ്റ് ആണ്, അതുകൊണ്ട് x2 എവിടെ കാണൂല, ബിയിൽ കാണൂല. ഓക്കെ ആണോ? സോ x2 എയിലും ഇല്ല, ബിയിലും ഇല്ല. x2 എവിടെ ഇല്ല, എയിലും ഇല്ല, ബിയിലും ഇല്ല. അതുകൊണ്ട് എവിടെ ഇല്ല, എ യൂണിയൻ ബിയിലും ഇല്ല. x2 എ യൂണിയൻ ബിയിലും ഇല്ല. ഓക്കെ ആണോ? x2 എയിലും ഇല്ല, ബിയിലും ഇല്ല. സോ എ യൂണിയൻ ബിയിലും ഉറപ്പായിട്ടും അത് കാണൂല, ഉറപ്പാണ്.
സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാൻ പറ്റും? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിനകത്ത് x2 വരുമോ? വരും. കാരണം x2 എ യൂണിയൻ ബിയിലില്ല. x2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ യൂണിയൻ ബി എന്നാണ് കണ്ടത്. x2 എ യൂണിയൻ ബി എന്ന് പറയുന്ന വലിയ സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്, എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത ഒരു സെറ്റ്, എല്ലാ എലമെൻറ്റ്സ് ഇല്ലാത്ത മറ്റൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? x2 അവിടെ കാണും. അത് നമുക്ക് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? x1 എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. x1 എവിടെ ഉണ്ട്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുണ്ട്. നമ്മൾ അവസാനിച്ചത് x2 എവിടെ നിന്നുണ്ടെന്നാണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിലുണ്ടെന്നാണ്. x2 എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുണ്ട്. x2 എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിലുണ്ട്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ദ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇതാണ് നമ്മൾ രണ്ടാമത് കേസ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഇതാണ് ഡി മോർഗൻസ് ഫസ്റ്റ് ലോ. ഇതുപോലെ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം? സെക്കൻഡ് ലോയും പ്രൂവ് ചെയ്യാം. നിങ്ങൾ വീട്ടിലിരുന്ന് സെക്കൻഡ് ലോ ഇതുപോലെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കിക്കണം. ഇതുപോലെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കിക്കോണേ. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെൻ ഡയഗ്രത്തിലോട്ട് പോവാം. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റിനകത്ത് എയും ബിയും കൊടുത്തിട്ടുണ്ട്. എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കോമൺ എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പടം. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത്. സോ എ യൂണിയൻ ബിയുടെ പുറമേയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ? പുറമേയുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് സെറ്റ് എന്ന് പറയുന്നത്? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഇതെന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വൽ ആണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വെൻ ഡയഗ്രാം. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എയിലില്ല. അപ്പോൾ ബാക്കി ഇത്രയും ഭാഗം ഷെയ്ഡ് വരുമേ. എ എന്ന് പറയുന്ന സെറ്റ് മാത്രം അവിടെ എന്തിട്ടാൽ മതി? ഷെയ്ഡ് ചെയ്യാതിട്ടാൽ മതി. ബാക്കി യൂണിവേഴ്സൽ സെറ്റ് എല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഇനി നോക്കിക്കേ, ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം ബി എന്ന് പറയുന്ന സെറ്റ് അവിടെ ഇട്ടേക്കണം. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ്ട് ഞാൻ വരച്ചത് ഈ ബ്ലാക്ക് കളറും ഈ ഗ്രീൻ കളറും കൂടെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന പാർട്ടെന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് എയുടെ സെറ്റുണ്ടോ? ഇല്ല. ബിയുടെ സെറ്റുണ്ടോ? ഇല്ല. കാരണം എയ്ക്കും ബിക്കും പുറമേയുള്ള എല്ലാ പാർട്ടിലും ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് തന്നെ അല്ലായിരുന്നു എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. ഇനി നമുക്ക് ഈ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. ഈ പാർട്ടെന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ആണ്. നമുക്ക് പഠിച്ചിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ട്, കോമൺ എലമെൻറ്റ്സ് വരുന്നത്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തോട്ടുള്ള ഭാഗം എല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് സൈഡ് എല്ലാം ഷെയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതാണ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഡി മോർഗൻസ് സെക്കൻഡ് ലോ പ്രകാരം എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. നോക്കിക്കേ, എയുടെ കോംപ്ലിമെൻ്റ് എടുത്തു. ഞാൻ നേരത്തെ വരച്ച കണക്ക് എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പാർട്ട് വരും. എയ്ക്ക് ഔട്ട് സൈഡുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് വരും? എയുടെ കോംപ്ലിമെൻറ്റിനകത്ത് വരും. ഇനി ബിയുടെ കോംപ്ലിമെൻ്റ് എടുത്തു. ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ബിയുടെ ഔട്ട് സൈഡുള്ള പാർട്ട് വരും. ബിയുടെ ഔട്ട് സൈഡുള്ള പാർട്ട് എന്ന് പറയുമ്പം ഇത്രയും പാർട്ട് വരും. അപ്പോൾ എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയൻ എന്ന് പറയുമ്പം, എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയൻ എന്ന് പറയുമ്പം അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഗ്രീൻ ഷെയ്ഡുള്ള പാർട്ടും വരും, ഈ ഓവർലാപ്പ് ചെയ്ത പാർട്ടും വരും, ഈ ബ്ലാക്ക് ഷെയ്ഡുള്ള പാർട്ടും വരും. എന്ത് ലീവ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഗ്യാപ്പ് ലീവ് ചെയ്തിട്ടുണ്ട്. അതെന്ത് തന്നെയാണ്? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ തൽക്കാലം നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം.
ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ കാണും. നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കാണുക. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.